നമ്മുടെ റിയൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ബോറിംഗ് പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിനേക്കാൾ കൂടുതൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പാനിക് ആവുന്നത്, ഫൗണ്ടേഴ്സ് പാനിക് ആവുന്നത്, ടീം പാനിക് ആവുന്നത്. നമ്മുടെ റിയൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ബോറിംഗ് പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആ ഒരു സ്റ്റേജിൽ ഭയങ്കരമായിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ സെറ്റ് ബാക്കുകൾ, ഫെയിലിയേഴ്സ്, ഡിപ്സ്, അതിൻ്റെ ഒരു മൂവ് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ഇങ്ങനെയുള്ളൊരു ഗ്രാഫല്ല അല്ലേ? ഒബ്വിയസ്ലി അതിങ്ങനെയുള്ളൊരു സ്റ്റേജാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഐഡിയനെ കുറിച്ച് നമുക്ക് നല്ലൊരു ബോധ്യമുണ്ടാവും. അത് സ്കെയിലബിൾ ആണോ, നല്ല ചാൻസുള്ള ഐഡിയ ആണോ എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു മെത്തഡിൽ അത് ചെക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ടീം, ഫൗണ്ടേഴ്സ് അടങ്ങിയിട്ടുള്ള ടീം ഇതിന് കേപ്പബിൾ ആണോ, അവർക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടോ, ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഫേസിലൂടെയുള്ള ഒരു മൂവ്മെൻ്റാണ്. അത് ഓരോ സ്റ്റേജ് ബേസ് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡ് കാര്യങ്ങൾക്ക് ഒരു 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 വേ ഉണ്ട്, അല്ല ഒരു സ്പീഡുണ്ട്. ആ രീതിയിലേ അത് പോവുള്ളൂ. അതിനേക്കാൾ കൂടുതൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പാനിക് ആവുന്നത്, ഫൗണ്ടേഴ്സ് പാനിക് ആവുന്നത്, ടീം പാനിക് ആവുന്നത്. അതൊരു റോങ് ഡയറക്ഷനിലോട്ടേക്ക് ലീഡ് ചെയ്യുന്നു. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ ആ ബോർഡിങ് ഫേസിൽ വെയിറ്റ് ചെയ്തിരിക്കുക, എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഇൻ്റർവെൻഷൻ നടത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട, ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം.